ചാനൽ കഫി ക്രാഫ്റ്റി കിച്ചൺ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ്, മാംഗോ പിക്കിളുടെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാനിന്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലെണ്ണ ഇല്ലാത്തവർ വെളിച്ചെണ്ണ ഓയിൽ എന്താ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ എണ്ണ ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടിക്കാൻ ഇടാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഇപ്പോഴല്ലായിരുന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് വേണം ചേർക്കേണ്ടത്. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു 4 കാന്താരിമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ കയ്യിൽ അത്രയും മാങ്ങയുള്ളൂ. പിന്നെ നമ്മൾ കാന്താരിമുളകും കാശ്മീരി മുളക് പൊടിയൊക്കെ ഇടാനുള്ളതാണല്ലോ. ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കായമുള്ളവർ കായം ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പൊ കായം ഇല്ലാത്തതുകൊണ്ട് ആണ് ഞാൻ കായപ്പൊടി ചേർക്കുന്നത്. സാധാരണ നമ്മൾ അച്ചാറിലൊക്കെ കായമാണ് ചേർക്കാറ്. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് നേരത്തെ ഉപ്പിലിട്ട് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് വെച്ചിരുന്നതാണ്, വിനാഗിരി ഒഴിച്ച് വെച്ചിരുന്നതാണ്. നമുക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. കാരണം ഞങ്ങളിപ്പോൾ നേരത്തെ ഉപ്പിലിട്ട മാങ്ങയാണല്ലോ, അപ്പോൾ അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. ഞാൻ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ. ഇനി അതിനകത്തേക്ക് ഇച്ചിരി കൂടി നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. കാരണം അത്ര തിക്കായി പോവാൻ പാടില്ലല്ലോ. നമുക്കിപ്പോൾ ചോറിനൊക്കെ കൂട്ടാനാണെങ്കിലും നല്ലൊരു ലൂസായിട്ട് വേണം ഒഴിക്കാൻ. നല്ല ലൂസല്ല, എന്നാലും ഞങ്ങൾക്കൊരു ഇത്ര കൂടി ഇത്ര അധികം ടൈറ്റ് ആവാൻ പാടില്ല. വെള്ളമൊക്കെ ഞാൻ വറ്റിച്ചെടുക്കാം. പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ മാംഗോ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി